ഈയൊരു ഷെഫിന്റെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ കോടീശ്വരന്മാർ പോലും ക്യൂ നിൽക്കുകയായിരുന്നു. കാരണം സിമന്റ് പോലെ തോന്നിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ഗ്രേ സോസ് പോലും അതീവ സ്വാദുള്ളതായിരുന്നു. ഒരിക്കൽ ഒരു ശതകോടീശ്വരനായി അദ്ദേഹം പ്രത്യേക അത്താഴമൊരുക്കി. ജീവനുള്ളൊരു കൊഞ്ചെടുത്ത് 2 വെട്ടുകൾ കൊണ്ട് അത് പാകം ചെയ്യാൻ തയ്യാറാക്കി. അത് വെന്തുവരുമ്പോഴേക്കും ടീം പ്ലേറ്റ് അലങ്കരിച്ചു. കറുത്ത വലിയ പ്ലേറ്റിൽ മിനുസമുള്ള കല്ലുകൾ വെച്ച് സിമന്റ് രൂപത്തിലുള്ള സോസ് ഒഴിച്ച് മീൻ മുട്ടകളും വിതറി. ഒടുവിൽ പാകം ചെയ്ത കൊഞ്ച് കല്ലുകൾക്ക് മുകളിൽ വെച്ച് ഡിഷ് പൂർത്തിയാക്കി. അതിഥി സോസ് കൂട്ടാതെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഷെഫ് പുഞ്ചിരിയോടെ തടഞ്ഞു. അത് സോസിനൊപ്പം കഴിക്കാൻ ആവശ്യപ്പെട്ടു. ആദ്യത്തെ കടയിൽ തന്നെ അതിഥിയുടെ ഭാവം മാറി. അവനത് ആർത്തിയോടെ കഴിച്ചു തീർത്തു. ഷെഫിനൊപ്പം ജോലി ചെയ്യാൻ ആയിരങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പുതിയ ആൾക്കാരുടെ ഓഡിഷൻ ദിനത്തിൽ വലിയൊരു ഇറച്ചിഷ്ണം കാണിച്ച് നേരിയ കഷ്ണങ്ങളായി മുറിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. റോഡരികിലെ ഒരു കൊച്ചു റെസ്റ്റോറന്റിൽ ന്യൂഡിൽസ് ഉണ്ടാക്കി പരിചയമുള്ള ഒരു പെൺകുട്ടിക്കും ഇത് പ്രയാസമായിരുന്നു. ഓരോ തെറ്റിലും ഷെഫ് അവളെ വഴക്കു പറഞ്ഞു. അടുത്തതായി ആ ഇറച്ചി മിതമായ തീയിൽ വറുത്തെടുക്കാൻ പറഞ്ഞു. എന്നാൽ ഓരോ ശ്രമത്തിലും അത് വേവാതെയോ കൂടുതൽ വെന്തോ പോയി. ഷെഫ് പാത്രം വാങ്ങി പരാജയപ്പെട്ട കഷണങ്ങൾ ചവറ്റുകുട്ടയിൽ എറിഞ്ഞു. ഓഡിഷൻ കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയെങ്കിലും ലക്ഷ്യം കാണാതെ പോകില്ലെന്നുറപ്പിച്ച ആ പെൺകുട്ടി രാത്രി മുഴുവൻ അടുക്കളയിൽ തനിയെ പരിശീലിച്ചു. ചൂടുപാത്രം പിടിച്ച് കൈകൾ പൊള്ളിയിട്ടും അവൾ പിന്മാറിയില്ല. പിറ്റേന്ന് രാവിലെ എല്ലാവരും തിരിച്ചെത്തിയപ്പോൾ ഷെഫ് അതേ ദൗത്യം വീണ്ടും നൽകി. ആത്മവിശ്വാസത്തോടെ നിന്ന അവൾ കൃത്യമായ ചൂടിൽ മാംസം വേവിച്ചെടുത്തു. അവൾ രാത്രി മുഴുവൻ അധ്വാനിച്ചതാണെന്ന് ഷെഫിന് മനസ്സിലായി. ഒടുവിൽ ഷെഫ് ആഗ്രഹിച്ച ആ മികച്ച ഫലം അവൾ നേടിയെടുത്തു.